പട്ടാമ്പിയിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ദേശീയ പെൻഷൻ ദിനത്തോടനുബന്ധിച്ച് വിവിധ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു ധർണ നടത്തിയത്. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, മെഡിസെപ്പ് പദ്ധതിയിലേക്ക് സർക്കാർ വിഹിതം ഉൾപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തിയത്. ദേശീയ പെൻഷൻ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ധർണ നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് ഇ പി മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കെ ബി മുരളീധരൻ, ടി എം നാരായണൻ, പി കൃഷ്ണനുണ്ണി, യു പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായ നിരവധിയായ പോരാട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ ഇനിയും ഒരു ഗവൺമെന്റിന് മുന്നിലും പണയപ്പെട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ പെൻഷൻ ദിനത്തിനെ ഒരു പോരാട്ട ദിനമായി, ഒരു സമര ദിനമായി കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘിന് തിരഞ്ഞെടുക്കേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഓരോ ക്ഷാമബത്ത ഗഡുക്കൾ അനുവദിക്കുമ്പോഴും 39 മാസം അല്ലെങ്കിൽ 40 മാസം എന്നുള്ള രീതിയിൽ അതിൻ്റെ അരിയേഴ്സ് നമ്മൾക്ക് നിഷേധിച്ചുകൊണ്ട് എത്രയോ മാസങ്ങളായി 190 മാസങ്ങളിലെ അരിയേഴ്സ് നമ്മൾക്ക് ആ രീതിയിൽ 2021 മുതൽ പെൻഷൻകാർക്ക് നിഷേധിച്ചു. അതുപോലെ ഇനി ലഭിക്കാനുള്ള ഡി എ അരിയേഴ്സ് 13% ഡി എ അരിയേഴ്സ് നമുക്ക് ലഭിക്കാനുണ്ട് 2023 ജൂലൈ മുതൽ. അതിലും ഈ രീതിയിൽ നമുക്ക് അരിയേഴ്സ് എന്ന് കിട്ടുമെന്നതിനോ യാതൊരു ഉറപ്പുമില്ലാതാണ് കേരള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.